ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പന്തക്കുസ്ത നൽകുന്ന ഒരു പുതിയ സന്ദേശം എന്ന് പറയുന്നത് തീക്ഷ്ണതയുള്ളവരാകണം നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വെറുതെ ഇരിക്കാനായിട്ട് നമ്മളെ സമ്മതിക്കുകയില്ല. ഇരട്ടി കരുത്തോടെ, ഇരട്ടി അഭിഷേകത്തോടെ, പുതു ചൈതന്യത്തോടെ കർത്താവിൻ്റെ വചനത്തിന്, ജീവിതത്തിന് നമ്മൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ സാക്ഷികളായിട്ട് നമ്മളെല്ലാവരും മാറണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിൻ്റെ വചനമിതാ, റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പന്തക്കുസ്ത ദിവസം സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയപ്പോൾ വലിയൊരു തീക്ഷ്ണത, സഭയുടെ ആരംഭം തന്നെ തീക്ഷ്ണതയുടെ നിറവിലാണ്. പേടിച്ചിരുന്ന, ഭയന്നിരുന്ന, അസ്വസ്ഥപ്പെട്ടിരുന്ന സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഗ്നിജ്വാലകളുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ പ്രിയമുള്ളവരെ, അവർ ധൈര്യമുള്ളവരായി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കരുത്തോടെ, ഉണർവോടെ, ശക്തിയോടെ, ഭയം കൂടാതെ പങ്കുവെച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് അവർ മാറി. അങ്ങനെയല്ലേ തോമാസ് ലീഹായൊക്കെ ഭാരത മണ്ണിലേക്ക് തീക്ഷ്ണതയോടെ, ഒന്നും അറിയത്തില്ലാത്തൊരു ദേശത്തേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മ ചൈതന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുദിന ജീവിതത്തിൽ തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണം എന്നതുപോലെ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് പ്രാർത്ഥനയിലൂടെ കരുത്താർജിച്ച്, വചനം വായിച്ച്, കൂദാശകളിൽ പങ്കെടുത്ത്, ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യ നിറവിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്കെല്ലാവർക്കും മാറാം. നമ്മളായിരിക്കുന്ന ജീവിത മേഖലയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി തീരുവാൻ ഈശോ നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. സ്വർഗീയ സ്നേഹം പങ്കുവയ്ക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാ പ്രേക്ഷിതരെയും, ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വൈദികരെ, സമർപ്പിതര അൽമായ സഹോദരങ്ങൾ എല്ലാവരെയും, പ്രേക്ഷിത ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി ശുശ്രൂഷകളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ യാചനകളെ, ഇന്നിൻ്റെ നമ്മുടെ ജീവിത ദൗത്യ മേഖലകളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഇതാ ദിവ്യകാരുണ്യാശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും